ഗെത്സമനിയിൽ കണ്ണുനീര് ചോര പോലെ പെയ്ത സന്ധിയിൽ ഒലിവമരത്തിന് ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന പ്രാണവേദനയോടെ 33-കാരനായ മകൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപ്പനോട് പറയും, ആകാശത്തിന്റെ അതിരുകൾക്കപ്പുറം എവിടെയോ പറഞ്ഞിരിക്കുന്ന എന്റെ അപ്പ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് കുർബാനയാവാനാണ്. ഒറ്റ രാത്രിയിൽ അവനെ 4 കോടതികൾ വിചാരണ ചെയ്തത് കുർബാനയാവാനാണ്. അന്നാസിന്റെയും കയ്യാപ്പായുടെയും ഹേറോദിന്റെയും പീലാത്തോസിന്റെയും കോടതി മുറികളിൽ നാണം കെട്ടവനെ പോലെ അമ്രശിരസ്കനായി നീചനും നിന്ദിക്കപ്പെട്ടവനുമായി തലകുനിച്ചു നിന്നത് കുർബാനയാവാനാണ്. കൽത്തൂണിലേക്ക് കെട്ടിയിടപ്പെട്ട് കാരിരുമ്പിന്റെ കായബലമുള്ള പടയാളി ചാട്ടവാറുകൊണ്ട്, ചാട്ടവാറെന്ന് പറയുമ്പോ ഉരുക്കിൻ കഷണങ്ങളും ഈയക്കട്ടകളും കാരിരുമ്പാണികളും ചേർത്തുണ്ടാക്കിയ ഒരു മാരകായുധമായിരുന്നു ചാട്ട. ആ ചാട്ട കൊണ്ട് 33-കാരനായ ഒരു ചെറുപ്പക്കാരന്റെ മൃദുല ശരീരത്തിലേക്ക് കാരിരുമ്പിന്റെ കരുത്തുള്ള പടയാളി ആഞ്ഞടിക്കുമ്പോ ഓരോ അടിയും അടി കൊള്ളുമ്പോൾ അടിക്ക് ശേഷം ചാട്ട തിരിച്ചു വരുമ്പോൾ മാംസക്കട്ടകൾ പറഞ്ഞു തൂങ്ങി ചാട്ടയോടൊപ്പം തിരികെ വരുന്ന മാരക മരണവേദന സഹിച്ചത് കുർബാനയാവാനാണ്. പ്രിയപ്പെട്ടവരെ, പെറ്റതള്ള കണ്ണുനീരോട് ആൾക്കൂട്ടത്തിന്റെ നടുവിൽ മകൻ അടിയേൽക്കുന്നത് കണ്ടു നിന്നത് മകനെ കുർബാനയാക്കാനാണ്.